ഹലോ എവരി വൺ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സൺഫ്ലവർ തീമിലെ ക്രോസ് ബാഗാണ്. അപ്പോൾ കുറേ പേര് അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം 4 ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കി അത് ജോയിൻ ചെയ്തിട്ടാണ് ഈ ക്രോസ് ബാഗ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഈ കാണിക്കുന്ന ഗ്രാനി സ്ക്വയറിൽ 5 റോസാണ് ഉള്ളത്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതിനകത്ത് 6 റോസ് ഉണ്ട്. കാരണം അത് കുറച്ചുകൂടെ വലുതാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്നത് കോട്ടൺ യാൺ ആണ്. 4 പ്ലൈ കോട്ടൺ യാൺ. 4 പ്ലൈ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 4 ഇഴകൾ ഉണ്ടാവും. ഒരു ത്രെഡ്, ഒരു യാണിനകത്ത് 4 ഇഴകൾ ഉണ്ടാവും. അപ്പം ഞാനിത് വാങ്ങിയിരിക്കുന്നത് മാജിക് നീഡിൽസ് വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ അതിനകത്തെ കോട്ടൺ എന്നൊരു ബ്രാൻഡിൻ്റെ കോട്ടൺ യാൺ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കെല്ലാം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അതായത് യാൺ വെയ്റ്റ് എത്രയാണ്, ഹുക്ക് സൈസ് എത്രയാണ്, പിന്നെ റേറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇതിനായിട്ട് 4 കളേഴ്സ് യാണാണ് എടുക്കുന്നത്. വൈറ്റ്, പിന്നെ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച്, പിന്നെ ഗ്രീൻ, ബ്രൗണ്, ഇത്രയും കളേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഹുക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3 mm ആണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് സിസേഴ്സ് വേണം, പിന്നെ 2 ഡി റിങ് വേണം, പിന്നെ 2 ബാഗ് ഹുക്ക്. ഇത് നമുക്കിങ്ങനെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ടേപ്പസ്ട്രി നീഡിൽ. ഇത് നമ്മൾ ഈ ക്രോഷറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന നീഡിലാണ്. ഇതിൻ്റെ അറ്റം എന്ന് പറയുന്നത് കൂർത്തതൊന്നുമല്ല. പിന്നെ നമുക്കിതുപോലൊരു സ്റ്റിച്ച് മാർക്കറാണ് വേണ്ടത്. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ സേഫ്റ്റി പിൻ എടുത്താലും മതിയാവും. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മാജിക് റിങ് ഇടാം. മാജിക് റിങ് ഇടാൻ അറിയാത്തവർക്ക് ഇതിങ്ങനെ നമ്മുടെ 2 വിരൽ വെച്ചിട്ട് അതിനകത്തൂടെ ഇതൊന്ന് ക്രോസ് ആയിട്ട് നമ്മൾ ചുറ്റി കൊടുത്തിട്ട് ഒന്നിൻ്റെ അടിയിൽ കൂടെ, ഇത് ഈ കാണുന്നത് പോലെ അടിയിൽ കൂടെ അപ്പുറത്തുള്ള യാണ് നമ്മൾ ഹുക്കിൽ കൂടെ കടത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിൽ 3 ചെയിൻസ് ഇട്ട് കൊടുക്കും. ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു ചെയിൻ വലിച്ചതുകൊണ്ട് പിന്നെ 2 ചെയിൻസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിനി 15 ഡബിൾ ക്രോഷയും കൂടി ഈ മാജിക് റിങ്ങിൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ 16 ഡബിൾ ക്രോഷേ പോലെ വരും. ആദ്യത്തെ 3 ചെയിൻ എന്ന് പറയുന്നത് ഒരു ഡബിൾ ക്രോഷേ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ബാക്കി 15 ഡബിൾ ക്രോഷയും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡബിൾ ക്രോഷേ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ ചെയിൻ ചെയ്തല്ലോ 3 ചെയിൻ, അതിൻ്റെ 3ാമത്തെ ചെയിനിൽ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. നമുക്ക് അവസാനം 15ാമത്തെ ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അപ്പോൾ അത് നമുക്ക് അപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ മാജിക് റിങ് ഇട്ടപ്പം അതിൻ്റെ ചെറിയൊരു വാലുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നമ്മൾ ഈ ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് സെക്യൂർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പം തന്നെ സെക്യൂർ ആയിക്കോളും. എന്നിട്ട് അവസാനം നമുക്കത് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മൾ ആ മാജിക് റിങ്ങിലൂടെ ആദ്യം 3 ചെയിൻ, പിന്നെ 15 ഡബിൾ ക്രോഷ. അപ്പം നമ്മളിത് 15 ഡബിൾ ക്രോഷ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് ലോക്ക് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ ടെയിലുണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് നമുക്കതിപ്പോൾ വലിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ വന്ന ആ വലിയ ഹോള് ചെറുതായിക്കോളും. എന്നിട്ട് നമുക്കിത് ആ സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ടുള്ള അവിടെ അതൊന്ന് അയച്ച് മാറ്റിയിട്ട് അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ 16 സ്റ്റിച്ചസ് ഉണ്ടാവും. അത് 16 ഇല്ലേന്ന് നമ്മളൊന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് യാൺ കട്ട് ചെയ്യാം. എന്നിട്ട്
അതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി, ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വലിച്ചു മുറുക്കാം. നമ്മൾ ഇനി ആ വരുന്ന ടെയിലുണ്ടല്ലോ, അത് നമുക്ക് അടുത്ത ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതും അവിടെ ലോക്കായിട്ട് ഇരുന്നോളും. അപ്പം നമ്മുടെ മാജിക് റിങ്ങിൻ്റെ ആ ടെയിൽ നമുക്ക് അടുത്ത ലെയറും കൂടെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ അടുത്ത ലെയർ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് വെച്ച് ചെയ്യാം. അപ്പം നമുക്ക് റാൻഡായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിനകത്തൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ യാണ് പുൾ ത്രൂ ചെയ്യാം. അത് ജസ്റ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു ടെയിൽ വരുമല്ലോ, അത് നമുക്ക് അതിൻ്റെ ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ചുറ്റിക്കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് 3 ചെയിൻസ് ഇടാം. ഇനി ആ ടെയിലും നമ്മുടെ ബ്രൗണിൻ്റെ ബാക്കി വന്നതും കൂടെ കൂട്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ലോക്കായി പോയിക്കോളും. അപ്പോൾ നമ്മൾ ആദ്യം 3 ചെയിൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പഫാണ് ചെയ്യുന്നത്. അപ്പോൾ 2 വട്ടം കൂടെ നമ്മളിങ്ങനെ അടുത്ത സെയിം സ്റ്റിച്ചിൽ യാൺ ഓവർ ചെയ്തിട്ട് പുൾ ചെയ്തിട്ട് അത് മാക്സിമം വലിക്കുക. അത് അങ്ങനെ 2 വട്ടം ചെയ്തിട്ട് അത് പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ എല്ലാതിൻ്റെയും കൂടെ ഉള്ളിൽ കൂടെ യാണ് പുൾ ത്രൂ ചെയ്തിട്ട് അത് ലോക്ക് ചെയ്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സ്റ്റിച്ചിലെ പഫ് ഫ്ലവർ അത് കംപ്ലീറ്റ് ആവും, പഫ് പെറ്റൽ. അങ്ങനെ നമ്മൾ 16 എണ്ണം ചെയ്ത് തീർക്കണം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇതുപോലെ 3 പഫ് ചെയ്യും. ആദ്യത്തെ 3 ചെയിൻ നമ്മളൊരു പഫിൻ്റെ ഒരു ലെയറായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ചിൽ ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്തിട്ട് മാക്സിമം വലിക്കുന്നു. എന്നിട്ട് പിന്നെയും യാൺ ഓവർ ചെയ്തിട്ട് സെയിം സ്റ്റിച്ചിൽ യാൺ പുൾ ത്രൂ ചെയ്ത് മാക്സിമം വലിക്കുന്നു. ഇത് തന്നെ 3 വട്ടം ചെയ്തിട്ട് ലാസ്റ്റാണ് യാൺ ഓവർ ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തിട്ട് അത് ലോക്ക് ചെയ്യുക. പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക അടുത്തത്. അങ്ങനെ 16 എണ്ണം ചെയ്ത് തീർക്കണം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയതിൻ്റെ പോരായ്മകൾ എന്തായാലും ഇതിനകത്തുണ്ടാവും എന്ന് എനിക്കറിയാം. പല സ്ഥലങ്ങളിലും ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്നുണ്ട്, പിന്നെ സ്ക്രീനിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. എനിക്ക് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എന്നോടൊന്ന് പറയണേ. അപ്പോൾ ഇതേ നമ്മൾ 16 പഫ് പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യത്തെ 3 ചെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എണ്ണി നോക്കിയാലും മതി. എന്നിട്ട് നമ്മൾ അതിപ്പോൾ അവിടെ ആ 3ാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ചെയിനും കൂടെ, നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചെയിനും കൂടെ ചെയ്തിട്ട് കട്ട് ചെയ്യാം. നമ്മളിവിടെ ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് അടുത്ത ലെയർ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ മാജിക് റിങ്ങിൻ്റെ ആ ടെയിലുണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയാം. മാക്സിമം നമുക്കൊന്ന് വലിച്ച് മുറുക്കി ടൈറ്റ് ചെയ്ത് അതിൻ്റെ ആ സെൻറ്ററിലുള്ള ഹോള് മാക്സിമം കാണാത്ത പോലെ ടൈറ്റ് ചെയ്തിട്ട് നമുക്കതിപ്പോൾ കട്ട് ചെയ്ത് കളയാം. അതവിടെ ലോക്കായിട്ട് ഇരുന്നോളൂ. പിന്നെ നമ്മൾ അടുത്ത ലെയർ തുടങ്ങിയപ്പം ഉണ്ടായിരുന്ന ബ്രൗണിൻ്റെ ബാക്കി വരുന്ന ഭാഗവും പിന്നെ യെല്ലോയിൻ്റെ സ്റ്റാർട്ടിങ് വരുന്ന ഭാഗമൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ലോക്ക് ചെയ്തതായിരുന്നല്ലോ. അപ്പോൾ അതും കൂടെ അതിൻ്റെ ചെറിയ എൻഡൊക്കെ നമുക്കിപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു നല്ല നീറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് ലെയറും കൂടെ സെയിം കളർ വെച്ച് ചെയ്യുന്നത് കൊണ്ട് അവിടെ നിന്ന് തന്നെ നമുക്കൊരു 3 ചെയിനും കൂടെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ
ചെയ്തിരിക്കുന്ന വർക്കിനെ നമ്മൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാണ്. അടുത്ത സൈഡിലോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ലെയറിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത 16 പഫ് പെറ്റൽസിൻ്റെ ഇടയിൽ ഓരോരോ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലാണ് നമ്മൾ ഇനി അടുത്ത ലെയർ ചെയ്യാൻ പോകുന്നത്, അല്ലാതെ സ്റ്റിച്ചിലോട്ടല്ല, ആ ഗ്യാപ്പിലോട്ട്. അപ്പം നമ്മൾ ഈ 3 ചെയിൻ ചെയ്തിട്ട് അടുത്തത് 3 ഡബിൾ ക്രോഷേ. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യില്ല, 3ഉം ഒന്നിച്ചാണ് നമ്മൾ അതിൻ്റെ കംപ്ലീഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് യാൺ ഓവർ ചെയ്യുക, ഒന്ന് ഈ ഗ്യാപ്പിലൂടെ യാൺ പുൾ ത്രൂ ചെയ്തിട്ട് ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യും. നമ്മൾ അങ്ങനെ 2 വട്ടം ചെയ്യുമ്പോഴാണല്ലോ ഡബിൾ ക്രോഷേ ആവുന്നത്. പക്ഷെ നമ്മൾ ആ രണ്ടാമത്തെ പ്രാവശ്യം ആദ്യം ചെയ്യൂല, എന്നിട്ട് യാൺ ഓവർ ചെയ്ത് അടുത്ത ഡബിൾ ക്രോഷേൻ്റെ യാണ് പുൾ ത്രൂ ചെയ്തിട്ട് അതുപോലെ നമ്മൾ 3 എണ്ണം ചെയ്യും. അപ്പം നമുക്ക് ഒരു പെറ്റലെന്ന് പറയുന്നത് 4 ഡബിൾ ക്രോഷേൻ്റെ സംഭവങ്ങളാണ് വരേണ്ടത്. പക്ഷെ ആദ്യത്തതിൽ 3 ചെയിൻ ചെയ്തതുകൊണ്ട് നമ്മൾ അടുത്തത് 3 ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അടുത്ത ഗ്യാപ്പ് തൊട്ട് നമ്മൾ 4 ഡബിൾ ക്രോഷേ ഇതുപോലെ ചെയ്യണം. 4 ഡബിൾ ക്രോഷേ ഒന്നിച്ച് ചെയ്യണം. അപ്പം 4 ഡബിൾ ക്രോഷേ ചെയ്തിട്ട് അതിൽ നിന്ന് പുൾ ത്രൂ ചെയ്തിട്ട് അത് ലോക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒരു ചെയിനും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് അടുത്ത ഗ്യാപ്പിലോട്ട് പിന്നെയും 4 ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. അപ്പോൾ അതെ, ഇതും നമ്മൾ അങ്ങനെ 16 എണ്ണം കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് 16 ഗ്യാപ്പ് ഉണ്ടാവും, അതിനകത്തൂടെ 16 എണ്ണം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യത്തെ ആ 3 ചെയിൻ ചെയ്തതിൽ മൂന്നാമത്തെ ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ യാൺ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് കൊണ്ട് അവിടെ ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്യാം. ഇപ്പം ഞാൻ 16 എണ്ണം ഇല്ല എന്നുള്ള അവസ്ഥയിൽ വരുമ്പോഴത്തേക്ക് അതുപോലെ ആ ഗ്രാനി സ്ക്വയർ ഞാൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ആവാത്തതാണ്. കാരണം അതിനകത്ത് ഞാൻ ചെയ്തപ്പോൾ ഒരെണ്ണം കുറഞ്ഞു പോയി. അപ്പം നമുക്കിത് സ്ക്വയർ ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് 16 എണ്ണം വേണമെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ 12, 8 അങ്ങനെയൊക്കെ നടക്കും. 20 ആണെങ്കിലും 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വന്നാൽ മതിയാവും. അപ്പം നമ്മൾ അടുത്ത കളർ യാൺ എടുത്തിട്ട് നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് നമ്മളൊന്ന് ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ കൂടെ യാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ യാണ് പുൾ ത്രൂ ചെയ്തിട്ട് ആ ചെറിയ വാല് വരുന്നത് നമ്മൾ ഒന്ന് ചുറ്റിക്കൊടുത്ത് ലോക്ക് ചെയ്യുക. എന്നിട്ട് 3 ചെയിൻ ചെയ്യുക, എന്നിട്ടൊരു ഡബിൾ ക്രോഷേ. അങ്ങനെ നമ്മൾ ഇതിൽ ആകെ 3 ചെയിനും 2 ഡബിൾ ക്രോഷയും. അപ്പോൾ ഒരു ഗ്യാപ്പിൽ നമ്മൾ 3 ഡബിൾ ക്രോഷയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ സൈഡ് ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ക്വയർ വരുമ്പോഴത്തേക്കും 4 സൈഡും 4 കോർണറും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് അതിൻ്റെ സൈഡ് ഭാഗത്തിൽ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ അടുത്ത ഗ്യാപ്പിലും 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കോർണറാണ്. അപ്പം നമ്മൾ 2 വട്ടം യാൺ ഓവർ ചെയ്തിട്ടാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്, അതായത് ട്രിപ്പിൾ ക്രോഷേ. അത് നമ്മൾ ഡബിൾ ക്രോഷേ ആകുമ്പോൾ 1 വട്ടം യാൺ ഓവർ ചെയ്തിട്ട് ചെയ്യും. ഇതാവുമ്പോൾ 2 വട്ടം യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ യാണ് പുൾ ത്രൂ ചെയ്യാണ്. അപ്പം നമുക്ക് ആകെ 3
4 ലൂപ്പ് വരും. 4 ലൂപ്പിൽ ആദ്യത്തെ 2 ലൂപ്പിൽ നമ്മൾ എടുക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ 2 ലൂപ്പിലെടുക്കുന്നു, പിന്നെയും 2 ലൂപ്പിലെടുക്കുന്നു. ഡബിൾ ക്രോഷ്യ ആകുമ്പോൾ നമ്മൾ ആകെ 2 വട്ടമാണ് ഈ 2 ലൂപ്പിൽ കൂടെ എടുക്കുന്നത്. ഇതാവുമ്പോൾ നമ്മൾ 3 വട്ടം 2 ലൂപ്പിൽ വെച്ച് എടുക്കും. അങ്ങനെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് 3 ചെയിൻ ചെയ്യാം. 3 ചെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും സെയിം ഗ്യാപ്പിൽ തന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. അപ്പം നമുക്ക് അവിടെ ഒരു കോർണറായിട്ട് അത് മാറും. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഞാനും ഇത് ട്യൂട്ടോറിയലൊക്കെ ആദ്യം കാണുമ്പോൾ എനിക്കും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷെ നമ്മളിതിങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മളെന്തും ചെയ്ത് പഠിക്കുന്നതാണ് അതിൻ്റെ ഒരു അത് കറക്റ്റ് മനസ്സിലാവാനുള്ള ടെക്നിക്ക്. അപ്പോൾ ദേ ഇപ്പോൾ കണ്ടോ അതൊരു കോർണറായിട്ട് ഇങ്ങനെ മാറിയത്. അപ്പോൾ ഇനി വരുന്ന 3 ഗ്യാപ്പിലോട്ട് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ, അങ്ങനെ അടുത്ത 3 ഗ്യാപ്പിൽ നമ്മൾ അങ്ങനെ ചെയ്യും. 4ാമത്തെ ഗ്യാപ്പിലാണ് നമ്മൾ വീണ്ടും ഈ കോർണർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് ഒരു സൈഡിൽ 3 ഡബിൾ ക്രോഷ്യൻ്റെ കാര്യങ്ങളും പിന്നെ 4 കോർണറും വരുമ്പോഴത്തേക്ക് നമ്മുടെ 16 എണ്ണം കംപ്ലീറ്റ് ആവും, 16 ഗ്യാപ്പ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒരു സ്ക്വയർ ആക്കി മാറ്റുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ 2 വട്ടം 2 ഗ്യാപ്പിൽ മാത്രമാണ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ ഇതും കൂടെ ബാക്കിയുണ്ട്, ഗ്യാപ്പും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അവിടെ അതും കൂടെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ആ 3 ചെയിനിൽ 3ാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിത് ലോക്ക് ചെയ്യും. അപ്പം നമ്മുടെ സ്ക്വയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അതിന് ഒരു ചെയിനും കൂടെ ചെയ്ത് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ആ യാൺ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അടുത്ത ലെയർ നമ്മൾ വൈറ്റിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടൈൽ ആ വൈറ്റ് ചെയ്യുമ്പം നമുക്കതിൽ ലോക്ക് ചെയ്ത് പോവാം. അപ്പം നമ്മൾ ഗ്രീൻ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് വൈറ്റിലും വരുന്നുള്ളത്. നമുക്ക് ഈ സൈഡ് വരുന്ന ഗ്യാപ്പിൽ ഒരു ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. ആദ്യത്തേത് എന്ന് പറയുന്നത് സെയിം 3 ചെയിൻ ഇടുക, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പം നമ്മൾ ടൈൽ ലോക്ക് ചെയ്യുന്നത് നേരത്തെയും കണ്ടിട്ടുണ്ട്. നമുക്കതുപോലെ ലോക്ക് ചെയ്തിട്ട് ആ ഗ്യാപ്പിൽ 3 ചെയിൻ ഇടുക, എന്നിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, അടുത്ത ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ പ്രാവശ്യം ഒരു സൈഡിൽ എന്ന് പറയുമ്പോൾ 4 ഡബിൾ ക്രോഷ്യേൻ്റെ ഗ്യാപ്പ് വരും, പിന്നെ കോർണർ 4, അങ്ങനെ ഇവിടെ നമുക്ക് 20 ഗ്യാപ്പ് ഉണ്ടാവും. അപ്പം നമുക്ക് സെയിം പ്രോസസ്സാണ്. അപ്പോൾ
ഒന്നും കൂടെ അതും ചെയ്യാം. വീഡിയോ ഒരുപാട് ലെങ്ത്ത് വരുന്നത് കൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ലാസ്റ്റത്തെ ഗ്യാപ്പിലും കൂടെ ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റത്തെ 3 ചെയിനിൽ മൂന്നാമത്തെ ചെയിനിൽ അതൊന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ അടുത്ത ലെയറും കൂടെ ചെയ്യുന്നുണ്ട് വൈറ്റ് വെച്ചിട്ട് തന്നെ, അതുകൊണ്ട് നമ്മളിപ്പോൾ അത് കട്ട് ചെയ്ത് കളയുന്നില്ല. ഞാൻ നേരത്തെ ചെയ്തിരുന്ന ബാഗിന് ഇത്രയും മാത്രമായിരുന്നു ഒരു ഗ്രാനി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഫോൺ ഒന്നും കൊള്ളുന്നില്ല, ഒരു ഫോൺ കൊള്ളാനുള്ള അത്ര വലിപ്പം അതിനില്ലായിരുന്നു. നമ്മുടെ സാധാരണ കുട്ടി പോക്കറ്റ് സ്പ്രേയും പിന്നെ ലിപ്സ്റ്റിക്കും ലിപ് ബാമും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടക്കാമെന്നല്ലാതെ നമുക്ക് ഫോണൊന്നും കൊള്ളുന്ന അത്രയും വലുതല്ലായിരുന്നു അത്. അതുകൊണ്ട് ഞാൻ ഈ വൈറ്റ് വെച്ചിട്ട് തന്നെ ഒരു ലെയറും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ ഇത് തന്നെ ഈ സെയിം പ്രോസസ്സ് ഇപ്പോൾ വൈറ്റ് ചെയ്ത സെയിം പ്രോസസ്സ് നമ്മൾ അടുത്ത ലെയർ വരുമ്പോഴത്തേക്കും ഒരു സൈഡിൽ 5 പിന്നെ 4 കോർണർ അങ്ങനെ 24 ഗ്യാപ്പ് നമുക്ക് വരും. അപ്പോൾ സെയിം ഇത് തന്നെ 3 ചെയിൻ ചെയ്യുക, അടുത്തത് 2 ഡബിൾ ക്രോഷേ, അടുത്ത ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷേ, കോർണർ വരുമ്പോൾ 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക ആദ്യം, പിന്നെ 3 ചെയിൻ, പിന്നെ അതേ ഗ്യാപ്പിൽ 3 ട്രിപ്പിൾ ക്രോഷേ, അങ്ങനെ ഒരു കോർണർ. അങ്ങനെ നമുക്കിതും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് വരുന്നതുകൊണ്ടും ഒരുപാട് കട്ട് ചെയ്താൽ ഇത് മനസ്സിലാവുമോ എന്നുള്ള ഡൗട്ട് കൊണ്ടും ഞാനിത് 2 പാർട്ടായിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഗ്രാനി സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇതുപോലെ 4 ചെയ്താലാണ് നമുക്ക് ക്രോസ് ബാഗ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ ഗ്രാനി സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നതും അടുത്ത പാർട്ടിനകത്ത് ബാഗ് കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ടാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്.